കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വായനാ വാരം ആരംഭിക്കുകയുണ്ടായി. സർക്കാർ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് എല്ലാ സ്കൂളുകളിലും അത് നടക്കുന്നത്. അവിടെ എനിക്ക് സംസാരിക്കാനായിട്ടൊരവസരം കിട്ടിയപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചത് ഇതാണ്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം ഏതാണ്? ചിലർ പറഞ്ഞു ബൈബിളാണ്, ചിലർ പറഞ്ഞു വിശുദ്ധ ഖുർആനാണ്, വേറെ ചിലർ പറഞ്ഞു ഭഗവത്ഗീതയാണ് എന്നൊക്കെ. ഞാനോട് പറഞ്ഞതൊന്നുമല്ല. ഭഗവത്ഗീത കണ്ടിട്ടില്ലാത്തൊരുപാട് പേരുണ്ടാവാം, ഖുർആൻ കണ്ടിട്ടില്ലാത്തൊരുപാട് പേരുണ്ടാവാം, വിശുദ്ധ ബൈബിൾ കണ്ടിട്ടില്ലാത്തൊരുപാട് പേരുണ്ടാവാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പുസ്തകം കണ്ടിട്ടില്ലാത്തവരാരും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലാത്തവരുണ്ടാവാം, പക്ഷേ ഈ പുസ്തകം വായിക്കാത്തവരാരും ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് ടിപ്സ് കൊടുത്തു ഞാൻ. അപ്പോൾ ഒരു മൂലയ്ക്കൽ ഹാളിൻ്റെ ഏറ്റവും പുറകിൽ നിന്നൊരു മിടുക്കൻ എഴുന്നേറ്റ് നിന്നു. അവിടെ നിന്ന് പറഞ്ഞ ആൾക്ക് എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അയാളെ അടുത്ത് വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു പ്രകൃതി എന്ന്. ഞാൻ അവനെ ശ്ലാഘിച്ചുകൊണ്ട് ഒരു ചെറിയ സമ്മാനം കൊടുത്തു. പ്രകൃതിയാണ് ഏറ്റവും വലിയ പുസ്തകം. ഇന്ന് എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ളതാണ്. രാമായണത്തിൽ ഈ പുഷ്പക വിമാനം വരുന്ന ഭാഗം, അത് മുകളിലൂടെ പോകുമ്പോൾ ഇന്ത്യയുടെ ദൃശ്യമായ ഭാഗങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളൊക്കെ ഉണ്ട്. ഹിമവാനെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ട് മറ്റു പുസ്തകങ്ങളിൽ. കടലിനെക്കുറിച്ചുണ്ട്. സിനിമാ പാട്ടുകൾ മുഴുവൻ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ളതാണ്. ഇങ്ങനെ പ്രകൃതിയെ നിരീക്ഷിച്ചിട്ടാണ് പുസ്തകങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ അത് പ്രകൃതിയെ നിരീക്ഷിച്ച് ആ അനുഭവങ്ങൾ പുസ്തകമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ ഗ്രന്ഥകാരനും ചെയ്യുന്നത് അതാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രകൃതിയെ നിരീക്ഷിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ പുസ്തക രൂപത്തിലാക്കുന്നു. ഒരു പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിന് കണ്ണ് മാത്രമേ വേണ്ടൂ. ആ പുസ്തകം ഒരു ഓഡിയോ കാസറ്റാക്കി മാറ്റിയാൽ ചെവി മാത്രമേ വേണ്ടൂ. പക്ഷേ ഈ പുസ്തകം, പ്രപഞ്ചമാകുന്ന പുസ്തകം, അത് വായിക്കാൻ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗപ്പെടുത്തണം, പൂർണ്ണമായി വായിക്കണമെങ്കിൽ. അങ്ങനെ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തർ പുസ്തക രൂപത്തിലാക്കുന്നു. അതാണ് നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ് ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ മനസ്സിലാക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സൃഷ്ടവസ്തുക്കളിൽ നിന്ന് സ്രഷ്ടാവിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളത്. ഏത് സൃഷ്ടിയും സ്രഷ്ടാവിൻ്റെ മഹത്വം വിളിച്ചോതുന്നതാണ്. ഒരു നല്ല പാട്ട് കേട്ടാൽ നമ്മൾ ചോദിക്കും, ഇതാരാണ് പാടുന്നത്? ഒരു നല്ല പടം കണ്ടാൽ നമ്മൾ ചോദിക്കും, ഇതാരാണ് വരച്ചത്? അങ്ങനെ ഒരു രമ്യഹർമ്മ്യം കണ്ടാൽ നമ്മൾ ചോദിക്കും, ഇത് ആരാണ് പണിതത്? അപ്പോൾ സൃഷ്ടിയുടെ പുറകിൽ ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിനെ ആണ് നമ്മൾ ഈ സൃഷ്ടിയിലൂടെ തിരിച്ചറിയുന്നത്. പ്രപഞ്ചമാകുന്ന ഈ വലിയ ബൃഹത്തായ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്, മനസ്സിലാക്കുന്നത്, സ്പർശിച്ചറിയുന്നത്, മണത്തറിയുന്നത് എല്ലാം തന്നെ സ്രഷ്ടാവിനെക്കുറിച്ചാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക, അതാണ് ഏറ്റവും വലിയ പുസ്തകം. അത് വായിക്കുക. പക്ഷെ പലരും അത് ചെയ്യുന്നില്ല. ഇന്ന് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ പ്രകൃതിയെ നിരീക്ഷിക്കാനൊന്നും സാധിക്കുന്നില്ല. അവർ അടഞ്ഞ മുറിയിൽ ഇരിക്കുകയാണ്. അവർക്കിതൊന്നും കാണാൻ സാധിക്കുന്നില്ല. യേശു പറയുന്നുണ്ടല്ലോ, മേഘങ്ങൾ കാണുമ്പോൾ താങ്കൾ മഴ വരുമെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്,
ഏറ്റവും വലിയ പുസ്തകം പ്രപഞ്ചമാണ്, അതിനെ നോക്കി പഠിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പഠിക്കാനുള്ളത്, പഠിപ്പിക്കാനുള്ളത് അത് വായിക്കണം. ഏറ്റവും അധികം സമയം ഉപയോഗപ്പെടുത്തേണ്ടത് അത് വായിക്കാനാണ്. അത് എത്രമാത്രം സമയം, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചൈൽഡ്. ആ കുട്ടിയെ ആശ്രയിച്ചിരിക്കും. മിടുക്കനായ ഒരുത്തന് പഠിക്കാനുള്ള ആകെ സമയത്തിൻ്റെ പകുതി മതിയാവും. ചിലർക്ക് 60% വേണം, ചിലർക്ക് 70% വേണം, ചിലർക്ക് 80% വേണം, ചിലർക്ക് മുഴുവൻ സമയവും വേണ്ടി വരും. എന്താ ചെയ്യേണ്ടത്? ക്ലാസ്സിലേക്ക് വേണ്ടത് കഴിച്ച് ബാക്കി സമയം എക്സ്ട്രാ റീഡിങ്ങിന് ഉപയോഗിക്കണം. എക്സ്ട്രാ റീഡിങ് പലതരത്തിലാവാം. വനനിരീക്ഷണം അതൊരു ഭാഗമാണ്. പക്ഷികളെ നിരീക്ഷിക്കൽ ഒരു ഭാഗമാണ്. ബട്ടർഫ്ലൈസിനെ നിരീക്ഷിക്കുന്നൊരു ഭാഗമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിരീക്ഷിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വായിക്കുന്നത് ഇതിൻ്റെ വേറൊരു ഭാഗമാണ്. എന്തായാലും എക്സ്ട്രാ റീഡിങ് വേണം. എക്സ്ട്രാ റീഡിങ് ഇത് പലർക്കും ഇല്ലാതെ പോകുന്നത് കൊണ്ട് അവർ പലരുടെയും പുറകിൽ പോവുകയാണ്. ഈ എക്സ്ട്രാ റീഡിങ് ഉള്ളവരുടെയൊക്കെ പുറകിൽ പോവുകയാണ്. 2 അഡ്വർടൈസ്മെൻറ്റുകളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഓരോ പണത്തൂക്കം മുന്നിൽ എന്ന്. ഞാൻ കുട്ടികളോട് പറയുന്നു, മക്കളെ പോരാ, ഒരു പവൻ മുന്നിൽ വേണം മറ്റുള്ളവരെക്കാൾ. വേറൊരു അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നുണ്ട്, ഒരു സ്റ്റെപ്പ്, ഒരു ചുവട് മുന്നിൽ എന്ന്. ഒരു ചുവടല്ല, ഒരു കാതം മുന്നിൽ, ഒരു മൈൽ മുന്നിൽ, ഒരു കിലോമീറ്റർ മുന്നിൽ പോകാൻ നമുക്ക് കഴിയണം. അതിനൊക്കെ എക്സ്ട്രാ റീഡിങ് ആവശ്യമാണ്. ഇന്ന് അതൊക്കെ കുറഞ്ഞു വരികയാണ്. പുസ്തകങ്ങൾ ധാരാളം അവൈലബിളാണ്, പക്ഷേ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറവ്. പ്രസാധകർക്കൊന്നും മുമ്പോട്ട് പോകാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. പുസ്തകം എഴുത്തുകാർക്കും അങ്ങനെ തന്നെയായിരുന്നു. എഴുതിയാൽ പ്രിൻ്റ് ചെയ്യണതിന് പൈസ കൊടുക്കണം. ഇനി പ്രിൻ്റ് ചെയ്ത് കിട്ടിയാൽ തന്നെ ആരെങ്കിലും വാങ്ങണം. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു. എന്നും ഉള്ള ഒരു വാക്കാണ് പ്രിൻറ്റേഴ്സ് ഡെവിൾ എന്ന്. അത് തെറ്റായ വ്യാഖ്യാനമാണ് അതിന് കൊടുക്കുന്നത്. പ്രിൻറ്റേഴ്സ് ഡെവിൾ എന്നുള്ള അച്ചടിപ്പശക് എന്നുള്ളതിന് ആണ് പ്രിൻറ്റേഴ്സ് ഡെവിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അത് ശരിയല്ല. അതെങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. അത് ഗ്രന്ഥകർത്താവ് ഇട്ട പേരാണ്. പുസ്തകം അച്ചടിക്കാനായിട്ട് പ്രസ്സിൽ കൊടുത്തിട്ടുണ്ടാവും, അച്ചടിച്ച് കിട്ടിയിട്ടുണ്ടാവും, കൊണ്ട് നടന്ന് വിൽക്കുന്നുണ്ടാവും, പൈസയൊന്നും കിട്ടുന്നുണ്ടാവില്ല. പ്രിൻ്റ് ചെയ്തതിൻ്റെ പൈസ കൊടുക്കണം, പേപ്പറിൻ്റെ പൈസ കൊടുക്കണം, പേപ്പറൊക്കെ പ്രസ്സുകാരൻ എടുത്തിട്ടുള്ളതാവും. അപ്പോൾ പൈസ കിട്ടാണ്ടാവുമ്പോൾ പ്രസ്സിൻ്റെ ഉടമസ്ഥൻ അവിടുത്തെ ജോലിക്കാരനെ അയക്കും. എപ്പോഴാണ് ജോലിക്കാരനെ അയക്കുക? ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പ്രസ്സൊക്കെ അടച്ചതിന് ശേഷം വീട്ടിൽ പോയി, ഗ്രന്ഥകർത്താവിൻ്റെ വീട്ടിൽ പോയി പൈസയ്ക്ക് ചോദിക്കും. അപ്പോൾ അവൻ വേഷം മിക്കവാറും മഷിയൊക്കെ ആയ വേഷത്തോടു കൂടിയാണ് അവൻ ചെല്ലുന്നത്. കറുത്ത വേഷമായിരിക്കും, മഷിയായ വേഷമല്ല, കറുത്ത വേഷമായിരിക്കും. അവനിങ്ങനെ രാത്രിയിൽ വരുമ്പോൾ വരാന്തയിലിരിക്കുന്ന ആ ഗ്രന്ഥകാരൻ വിചാരിക്കുന്നത് ഇതാണ്, പ്രിൻ്ററിൻ്റെ ഡെവിളിന് കറുത്ത വേഷമാണെന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയാണ് പ്രിൻറ്റേഴ്സ് ഡെവിൾ എന്നുള്ള വാക്ക് വന്നത്. അത്രയും ശോചനീയമായ അവസ്ഥയായിരുന്നു ഗ്രന്ഥകാരന്മാർക്കൊക്കെ. ഇന്ന് അങ്ങനെയല്ല. ഓരോ മിനിറ്റിലും പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച അച്ചടി ഒക്കെ ആയിട്ട് പുസ്തകങ്ങൾ ഇറങ്ങുന്നു, ധാരാളം അത് അവൈലബിളാണ്. വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എല്ലാവരും മൊബൈലിലേക്കൊക്കെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. മൊബൈലിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. അവിടെയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്കും ഒക്കെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. മറിച്ച് നല്ല നല്ല ആശയങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് സമയം കണ്ടെത്തണം. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ
എക്സ്ട്രാ റീഡിങ്ങിന് ഉപയോഗപ്പെടുത്തും എന്ന് ഒരു തീരുമാനം നമ്മളങ്ങോട്ട് എടുക്കണം. അത് ഉപയോഗപ്പെടുത്തുകയും വേണം. വിശ്വേശ്വരയ്യ മ്യൂസിയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈസൂറിൽ. വിശ്വേശ്വരയ്യ മൈസൂരിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹം ആപ്പീസിൽ ജോലി ചെയ്യും. 5 മണിയാവുമ്പോൾ ആപ്പീസിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് മെഴുകുതിരി കൊണ്ടുപോകുക അത്രേ. മെഴുകുതിരി കൊണ്ടുപോയി രാത്രിയിൽ, അന്ന് കറണ്ടൊന്നുമില്ല, ഈ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ആപ്പീസിലെ കടലാസുകൾ നോക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ ആ മെഴുകുതിരികൾ കെടുത്തത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മെഴുകുതിരികളെടുത്ത് കത്തിക്കും. ആ മെഴുകുതിരി വെളിച്ചത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റീഡിങ്. എന്തൊരു അനുകരണീയമായ ഒരു വ്യക്തിയാണ്, അനുകരണീയനായ ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അവിടെ ഞാൻ പറയാൻ വന്നത് ഇതാണ്. ഇത്രയേറെ ജോലികളുള്ള ഒരു വ്യക്തി വായനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നു. മഹാന്മാരൊക്കെ വായനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നു. നിങ്ങളുടെ മകൻ ഒരു മഹാനാകണോ, നിങ്ങൾക്കൊരു മഹാനാകണോ എങ്കിൽ വായിക്കൂ. ധാരാളമായിട്ട് വായിക്കുക. സമയം എങ്ങനെയും സുരുക്കൂട്ടുക. നിങ്ങൾക്കൊരു സാധനം, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങണമെങ്കിൽ ഒരു കുട്ടി എന്താ ചെയ്യുക? കിട്ടുന്ന പണമൊക്കെ സ്വരുക്കൂട്ടി ആ സാധനം മേടിക്കും. ഇതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകം വായിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട ഒന്നുകിൽ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കാം. ലൈബ്രറിയിൽ പുസ്തകങ്ങളുണ്ടാവും, ധാരാളം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ. പണ്ട് ലൈബ്രറിയിലൊന്നും അത്ര പുസ്തകങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ ഇടവകയിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കൊണ്ട് ഞങ്ങൾ കുറച്ച് കുട്ടികൾ സൊഡാലിറ്റി, മിഷൻ ലീഗ്, ഇങ്ങനെ 2 സംഘടനകളുണ്ടായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ സൊഡാലിറ്റി അംഗങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ ഒരു സഞ്ചിയിലെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് വീടാന്തരം നടക്കുകയാണ്. അങ്ങനെ വീടാന്തരം നടന്ന് പുസ്തകങ്ങൾ കൊടുക്കും. തലേ ആഴ്ചയിൽ കൊടുത്ത പുസ്തകം തിരിച്ചു മേടിക്കും. വായന വളർത്താനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ജോലികളൊക്കെ അന്ന് ചെറുപ്പത്തിൽ ചെയ്തിരുന്നതായിട്ട് ഓർക്കുന്നു. അതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന അച്ഛന്മാരുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർക്കുക. ഫാദർ മാത്യു ചെറുനിലം, അദ്ദേഹമായിരുന്നു എന്നെയൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്, പ്രേരിപ്പിച്ചിരുന്നത്. എത്രയോ വലിയ ക്രാന്തദർശികളാണ് അവരൊക്കെ. അദ്ദേഹം വഴിയാണ് ഞങ്ങളതൊക്കെ ചെയ്തത്. അന്നത്തെ ആ ശീലം, ചെറുപ്പത്തിലുള്ള ശീലം, അത് നമുക്ക് മരിക്കുന്നത് വരെ ഉണ്ടാവും. കൊച്ചു കുട്ടികളെയൊക്കെ ചെറുപ്പത്തിലെ പുസ്തക വായനയിൽ ഒരുക്കുക. അവർ മഹാന്മാരായി കാണണമെങ്കിൽ, വലിയവരായി കാണണമെങ്കിൽ, മിടുക്കന്മാരായി കാണണമെങ്കിൽ വായനാശീലം വളർത്തുക. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കതിരുമ്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അത് കാണിച്ചു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരാ, കാണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വായിക്കണം. നമ്മൾ വായിക്കുമ്പോൾ മറ്റുള്ളവർ, കുഞ്ഞുങ്ങൾ അതൊക്കെ കണ്ട് പഠിക്കും. നമ്മുടെ ജീവിതത്തിൽ വായനയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക. അതിനു മുമ്പ് നമ്മൾ തന്നെ അത് മനസ്സിലാക്കുക. നമ്മൾ തന്നെ അത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി പുസ്തകം വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചാൽ ചിലപ്പോൾ അത് ഉപയോഗപ്രദമായി എന്ന് വരില്ല. പുസ്തകങ്ങളെക്കുറിച്ച് റിവ്യൂ വരും. റിവ്യൂ പത്രമാസികകളിൽ റിവ്യൂ ഉണ്ടാകും. അപ്പോൾ ആ റിവ്യൂ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ല പുസ്തകമാണ്. ലൈബ്രറിയിൽ ആ പുസ്തകം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതുമല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു പുസ്തകം നമുക്ക് വാങ്ങിക്കാം. പുസ്തകം സ്വന്തമായി വാങ്ങുകയും ഒരു ലൈബ്രറി വീട്ടിലുണ്ടാവുകയും ചെയ്താൽ വളരെ നല്ലതാണ്. ലൈബ്രറിക്ക് 2 സെക്ഷൻ ഉണ്ടാകണം. ഒന്ന് ഭൗതികമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറി, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഭൗതിക വളർച്ച ഇല്ലാതെ പറ്റില്ല. 2, ആധ്യാത്മിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന പുസ്തകങ്ങളുള്ള ലൈബ്രറി. ഒരു നല്ലൊരു അലമാരി ആദ്യമായിട്ടുണ്ടാക്കുക. 6-8 കള്ളികളൊക്കെ ഉള്ള ഒരു അലമാരി അതിനു വേണ്ടി ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഗ്ലാസ് കൊണ്ട് വേണം ഉണ്ടാക്കാൻ. കാരണം അതിനെ കടന്നു പോകുമ്പോഴൊക്കെ പുസ്തകം കാണണം. ഒപ്പേക്കായിട്ടുള്ള വാതിൽ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയില്ല. ഡ്രസ്സാണോ അതാണോ, അതിന് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ആ പുസ്തകങ്ങൾ എപ്പോഴും കാണണം. അപ്പോൾ നമ്മൾ ഒരു പുസ്തകം ഇന്നെടുത്തു വായിക്കാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കണം. 2-4 പുസ്തകങ്ങൾ എപ്പോഴും നമ്മുടെ ടീപ്പോയമ ഉണ്ടാവണം. ടീപ്പോയമ കുറച്ച് മാഗസിൻസ് ആവാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ വീടാണ്, അവിടെ കുറച്ച് പുസ്തകങ്ങൾ വേണം, മാഗസിൻസ് വേണം. ആരോഗ്യത്തെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളാണെങ്കിൽ വളരെ നല്ലത്. അവിടെ വന്നിരിക്കുന്ന ആ സമയത്ത് അവർക്ക് വായിക്കാം. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വായിക്കുന്നതിന് അവർക്കൊരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കസ്റ്റമേഴ്സ് ഉള്ള സ്ഥലത്തൊക്കെ പീടികയിലായാലും അതാകാവുന്നതാണ്. ചില ഹോട്ടലുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ കൊച്ചു കുട്ടികളെയും കൊണ്ടുവന്നാൽ അവർക്ക് കളിക്കാം. ഈ ഹോട്ടലുകളിലൊക്കെ എന്തുകൊണ്ട് ഒരു ലൈബ്രറി ഉണ്ടായിക്കൂടാ? ചിലപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ചധികം നേരം ഇരിക്കേണ്ടി വരാം. ഹോട്ടലിൽ പോകുന്നത് അത്ര നല്ലതാണോ അല്ലയോ ഞാനതേപ്പറ്റി ഒന്നും പറയുന്നില്ല. എങ്കിലും അങ്ങനെ പോകേണ്ട ഒരു അവസരം വന്നു, കുറേ അധികം സമയം കിട്ടി. അപ്പോൾ ഒരു പുസ്തകം എടുത്ത് വായിക്കാം. നിങ്ങൾ പറയും ആൾ നോക്കാനും ലൈബ്രറിയൻ ഇല്ലെങ്കിൽ ആ പുസ്തകം കൊണ്ടുപോകും എന്നൊക്കെ. അങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. അതിൻ്റെ പോസിറ്റീവ് സൈഡ്, ഒരു പുസ്തകം പോയി ഇന്ന് വരാൻ ചിലപ്പോൾ, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഞാൻ പറയുക, ആളുകൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പുസ്തക സ്റ്റോൾ ഉണ്ടാവണം. പുസ്തകത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ബസ് കാത്ത് നിൽക്കണോടത്ത് വേണോ മാഷയെന്ന്. അവിടെ വേണ്ട എന്തായാലും. പക്ഷെ ബസ് കാത്ത് നിൽക്കേണ്ടി വരികയാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പോയി നിൽക്കേണ്ടി വരികയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ പുസ്തകം വേണം. നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യാനായിട്ട് പോയി, അവിടെ ലോഞ്ചിൽ കയറി നമ്മളിരുന്നു, അറിയണ 2 മണിക്കൂർ ലേറ്റാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ഒരാളെ എസ്കോർട്ട് ചെയ്യാൻ പോയി, കയറ്റി അയക്കാൻ, അല്ലെങ്കിൽ ഒരാളെ റിസീവ് ചെയ്യാൻ പോയി, വിമാനം 2 മണിക്കൂർ ലേറ്റാണ്. എന്ത് ചെയ്യും? പുസ്തകം കയ്യിലുണ്ടാവണം. നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സന്തത സഹചാരിയായിരിക്കേണ്ട ഒന്നാണ് ഒരു ബുക്ക്. ഒരു ബുക്ക്. കാറിൽ സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ ഏതാനും ബുക്കുകൾ നിങ്ങൾ അതിൻ്റെ പോക്കറ്റിൽ വയ്ക്കുക. എൻ്റെ കാറിൻ്റെ പോക്കറ്റിൽ 2-4 പുസ്തകങ്ങൾ എപ്പോഴും ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് സമയം കിട്ടിയാൽ അപ്പോൾ വിശുദ്ധ ബൈബിളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ വായിക്കേണ്ട ആ പാസേജുകളൊക്കെ അടയാളം വെച്ചിട്ടുണ്ടാവും. ആ പാസേജുകൾ എടുത്ത് വായിച്ചു, സമയം കഴിഞ്ഞു, ബാക്കിയുണ്ട്, അത് പുസ്തകം വായിച്ചു. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ജപമാല കയ്യിൽ വെച്ചാൽ നിങ്ങൾ ജപമാല ചൊല്ലുകയും ചെയ്യാം. സമയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്തി കളയാതെ നോക്കുക. പുസ്തകമാണ് അതിന് ഏറ്റവും നല്ല ഒരു ഉപാധി. നമുക്കൊരുപാട് അറിവ് നേടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവുകയുമില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും വറീഡായിരിക്കും. വണ്ടി എപ്പോഴാണ് വരിക, ബസ് എപ്പോഴാണ് വരിക, അങ്ങനെയൊക്കെയുള്ള വറീസ് നമ്മളെ അലട്ടും. നമ്മളെന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ അതൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുകയില്ല. ഇനി പുസ്തകം വായിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. വായിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ അല്ല. ആദ്യം തന്നെ പ്രിഫേസ് വായിക്കുക, മുഖവര. അപ്പം അതിൽ ഗ്രന്ഥകാരൻ്റെ ആശയങ്ങൾ ഉണ്ടാവും.
അടുത്തത് അവതാരിക വായിക്കുക. ആരെങ്കിലും ഒരാൾ, അറിവുള്ള ഒരു വ്യക്തി അത് വായിച്ച് അതിനെ അവതരിപ്പിക്കും നമ്മുടെ മുന്നിൽ. ആ പുസ്തകത്തിനെ അവതരിപ്പിക്കുകയാണ്. അവതാരിക വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തെ പറ്റി ഒരു നല്ല അറിവുണ്ടാവും. മാക്സിമം ഒരു പേജല്ല, ചിലപ്പോൾ ഒരു പേജാവും, ചിലപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ അത്ര വലിപ്പമുണ്ടാവും, ഒരു അധ്യായത്തിൻ്റെ അത്ര വലിപ്പമുണ്ടാവും. നന്നായി പഠിച്ച് എഴുതിയിട്ടുള്ള ഒരു അവതാരികയാണെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ അത്രയും വലിപ്പമുണ്ടാവും. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ആ ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ ആ പുസ്തകത്തെ പറ്റി നമുക്ക് നല്ല അറിവ് ലഭിക്കും. ആ പുസ്തകം നമുക്ക് ആസ്വദിച്ച് വായിക്കാനും കഴിയും. ആസ്വദിച്ച് വായിക്കാനായിട്ട് പുസ്തകം അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പുസ്തകത്തിൻ്റെ തുടക്കം ഒന്ന് വായിക്കും. തുടക്കം ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്കിപ്പ് റീഡിംഗ് എന്ന് പറയും. റീഡിങ്ങിന് പല തരത്തിൽ അവസരങ്ങളുണ്ട്. ഒന്നിൻ്റെ പേര് സ്കിപ്പ് റീഡിംഗ് എന്നാണ്. പിന്നെ വിട്ട് വായിക്കുക. ആദ്യത്തെ പേജ് വായിച്ചു, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ആകർഷകമാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. നല്ല ആകർഷകമായ നല്ല ഒഴുക്കുള്ള എഴുത്താണെങ്കിൽ നമുക്ക് തുടർന്ന് വായിക്കാൻ തോന്നും. ആശയങ്ങൾ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ തുടർന്ന് വായിക്കാൻ തോന്നും. നമ്മൾ പിന്നെ 2 പേജ് മറച്ചു, എന്നിട്ട് എന്താണെന്ന് നോക്കി, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമ്മളൊരു പേജ് വായിച്ചു, അതിൻ്റെ ഇടയിൽ 2 പേജ് വിട്ടിട്ട് വായിച്ചാലും ഒരു പേജ് വായിച്ചാലും നിങ്ങൾക്ക് ആശയം അറിയാൻ പറ്റും. ഇന്നത് എന്നതൊക്കെ ആയിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക. വേണമെങ്കിൽ അതൊന്ന് മറച്ച് നോക്കാം. അതിന് സ്കിപ്പ് റീഡിംഗ് എന്നാണ് പറയുക. അങ്ങനെ സ്കിപ്പ് റീഡിങ് നടത്തി കുറച്ച് ചെന്ന് കഴിയുമ്പോൾ അവസാനത്തെ പേജ് വായിച്ചു. അതൊക്കെ നമുക്ക് ഏറെ സഹായകരമായിട്ടുള്ളതാണ്. പെട്ടെന്നൊരു പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് വായിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇരുന്ന് അത് വായിക്കുക. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പുസ്തകം ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ വായിച്ച് അവസാനിപ്പിക്കുകയല്ല. പിന്നെ സ്കിപ്പ് റീഡിങ്ങിലൂടെ വായനായോഗ്യമായ പുസ്തകമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിന് ശേഷം മാത്രം അത് ഇരുന്ന് വായിക്കുക. വായിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു.